നമസ്കാരം സുഹൃത്തുക്കളെ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഈ സിനിമ ഞാൻ കാണാൻ തുടങ്ങിയപ്പം ഇതൊരു സൂപ്പർ ഹീറോ പടമായിട്ടുള്ള ഒരു മൈൻഡിലാണ് കാണാൻ തുടങ്ങി. കാരണം ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അങ്ങനെയാണ് വന്നത്, സൂപ്പർ ഹീറോ സൂപ്പർ വുമൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് സൂപ്പർ ഹീറോ പടമല്ല. ഈ സിനിമയ്ക്ക് അത് യൂസ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്, അതായത് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ ത്രെഡ് ഒരു ഭയങ്കര വെറൈറ്റി ഉള്ളൊരു സാധനമാണ്. ആരും അങ്ങനെ പെട്ടെന്ന് എല്ലാ ഇൻഡസ്ട്രിയിലും ചിന്തിക്കാത്തൊരു സംഭവമാണ്. അതായത് ഒരു ഹൊറർ, യക്ഷിയെ, പ്രേതം എന്നൊക്കെ പറയത്തില്ല, പിശാശ്, യക്ഷി, പ്രേതം, ഈ ഒരു സാധനത്തിനെ നമ്മൾ പണ്ട് കാലം തൊട്ടേ കണ്ടിട്ടുള്ള ഈ ഒരു സാധനത്തിനെ സൂപ്പർ ഹീറോ ആക്കി മാറ്റിയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹൊറർ പടങ്ങളെല്ലാം സൂപ്പർ ഹീറോ പടങ്ങളാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഹൊറർ പടങ്ങളൊക്കെ നമ്മൾ കാണണം. നമ്മൾ എക്സാമ്പിൾ ആകാശഗംഗ എടുത്തോ, മേഘസന്ദേശം എടുത്തോ, പിന്നെ മലയാളത്തിൽ കുറേ വിൻ്റർ, അങ്ങനെ കുറേ പടങ്ങളുണ്ട് ഹൊറർ പടം. തമിഴിൽ കാഞ്ചന, പിന്നെ അരുന്ധതി തെലുങ്കാണ്. പിന്നെ കാഞ്ചന കൂടാതെ സുന്ദർസിയുടെ അരമനെ ഉണ്ട്. പിന്നെ നമ്മുടെ സന്താനത്തിൻ്റെ കോമഡി ഹൊററായിട്ടുള്ള കുറച്ച് പടങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പടങ്ങളുണ്ട്. ഒരു ശിവ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അത് കിടിലം പടമാണ് കേട്ടോ. അങ്ങനെ ഈ ഹൊറർ പടങ്ങളിലൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ യക്ഷി എന്ന് പറയുന്ന, ഈ പ്രേതം എന്ന് പറയുന്ന ആൾ കുറേ മാജിക് സംഭവങ്ങളൊക്കെ കാണിക്കും. ചിലപ്പം പല വസ്തുക്കളെ ഏറി നിർത്തും, പലരെയും പറപ്പിക്കും. ഇതൊക്കെ തന്നെയല്ലേ സൂപ്പർ ഹീറോയ്ക്കകത്ത്. സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹൊറർ സംഭവം, ഹൊറർ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് സൂപ്പർ ഹീറോ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നതിനൊരു സമം പോലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു കൺസെപ്റ്റ് ഇവർ യൂസ് ചെയ്തിട്ട് യക്ഷിയെ സൂപ്പർ ഹീറോ പോലെ ആക്കി എടുത്തേക്കുന്ന സിനിമയാണ് ഈ സിനിമ. തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഒരു മിഷന് വേണ്ടി ഇതിനകത്ത് കല്യാണി ഒരു സ്ഥലത്തേക്ക് വരുവാണ്. അപ്പോൾ അവിടെ വെച്ച് നസ്ലിനെ കണ്ടുമുട്ടുന്നു. നസ്ലിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ സാൻഡി മാസ്റ്റർ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. കിടിലുമായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഈ സിനിമയ്ക്കകത്ത് യക്ഷി കടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് പകരുവാണ്. അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അത് പുതിയൊരു ലോജിക്കാണ്. ഇതിനകത്ത് കല്യാണി യക്ഷിയല്ലേ, യക്ഷി കടിക്കുവാണ്. കടിച്ചതിന് ശേഷം സാൻഡി മാസ്റ്ററും കല്യാണിയെ പോലെ ആവുകയാണ്. കല്യാണി ഇതിനകത്ത് നീലി എന്ന് പറയുന്നൊരു യക്ഷി, കല്യാങ്കാട്ട് നീലി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിൻ്റെ അഡാപ്റ്റേഷനാണിത്. അഡാപ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ക്യാരക്ടറായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അതിനുശേഷം കല്യാണി നമ്മളൊരു പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നില്ല. അതാണ് മൊത്തം സെറ്റാണ് ഈ സിനിമ. സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ കല്യാണിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാൻഡി മാസ്റ്റർ, കല്യാണി, പിന്നെ നാട്ടിലെല്ലാവരും അറിയുവാണ് കല്യാണി ഒരു തീവ്രവാദിയാണ്. അങ്ങനെയൊക്കെ പോവാണ് ഈ ക്യാരക്ടർ. അവസാനം ഒരു നമ്മുടെ ഒരു ഹോസ്പിറ്റൽ പോലെ, ഒരു ക്ലിനിക്ക് പോലെ ഒരു സംഭവത്തിനകത്ത് കുറച്ച് ഫൈറ്റൊക്കെ ഉണ്ട്. അതൊരു കിടില ഫൈറ്റാണ്. ഫൈറ്റിന് ശേഷം ക്ലൈമാക്സിൽ ദുൽഖർ സൽമാൻ വരുന്നുണ്ട്. ദുൽഖർ സൽമാനകത്തൊരു വലിയ സംഭവമായിട്ടാണ്, ഒരു അസാസിനൊക്കെ പോലാണ് വരുന്നത്. പിന്നെ ടൊവിനോ ഇടയ്ക്ക് വന്നിട്ട് ഒരു കോമാളി വേഷം കാണിച്ചിട്ട് പോയിട്ടുണ്ട്, ഒരു മജീഷ്യനായിട്ട് വന്ന്. പിന്നെ ഇതിനകത്ത് ബാലു വർഗീസ് ഉണ്ട്, സൗബിനുണ്ട്, കുറേ ക്യാമിയോസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂട്ടി ഇണക്കിയ ഒരു പടം, ഒരു വെറൈറ്റി പടം. മലയാളത്തിൽ ഒരു വെറൈറ്റി പടം വന്നു കഴിഞ്ഞാൽ പൊതുവേ നല്ലൊരു വെറൈറ്റി പടം വന്നു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് കിട്ടും. അതാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 200 കോടി അങ്ങോട്ട് കഴിഞ്ഞതായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും ഫൈനലിൽ 300 കോടി പോകും. അപ്പോൾ നല്ലൊരു കൊള്ളാവുന്ന പടം. വലിയ സംഭവമൊന്നുമല്ല, ഒരു പോസിറ്റീവ് റിപ്പോർട്ടായുള്ള നല്ലൊരു പടം. അത്രേ പറയാനുള്ളൂ. ഇത് നമ്മുടെ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാണുന്ന തള്ളൊന്നുമില്ല. ഇത് കണ്ടാൽ മനസ്സിലാവും. തള്ളി മറിക്കുന്ന അത്രയൊന്നും ഈ സിനിമയ്ക്കകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.